വളരെ ഈസി ആയിട്ടുള്ളൊരു ടേസ്റ്റി മട്ടൺ പെപ്പർ ബിരിയാണി ആയല്ലോ. റെസിപ്പി പറയട്ടെ. ഒരു കുക്കറിലേക്ക് നല്ല ഇളം മട്ടൺ, സവാള, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മട്ടൺ നല്ല ടെൻഡായി വെന്ത് കിട്ടുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് സവാള വഴറ്റിയെടുക്കുക. സവാള നന്നായി വെന്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം തക്കാളി ചേർത്ത് തക്കാളി നന്നായി വേവിച്ചെടുക്കുക. അതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ച മട്ടനും അതിൻ്റെ സ്റ്റോക്ക് കൂടെ ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ ചതച്ച കുരുമുളക് കൂടെ ചേർത്ത് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം. വലിയൊരു ചട്ടിയിലേക്ക് നെയ്യ്, പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, ബേ ലീവ്സ് അതൊന്ന് പൊട്ടി വരുമ്പോൾ വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ച ജീരകശാല റൈസ് കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് റൈസ് നന്നായി വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ബിരിയാണി ദമ്മിടാനായിട്ട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നെയ്യ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ആദ്യത്തെ ലെയറായിട്ട് ചെറിയൊരു ലെയർ റൈസ്, അതിൻ്റെ മേളിൽ മട്ടൺ മസാല, അതിൻ്റെ മേളിൽ വറുത്ത് വെച്ച സവാള, മല്ലിയില, മിൻറ്റ് ലീവ്സ്, അതിൻ്റെ മേളിൽ ചോറ്, കുറച്ച് നെയ്യ്, അതിൻ്റെ മേളിൽ വീണ്ടും സവാള, മിൻറ്റ് ലീവ്സ്, മല്ലിയില കൂടി ചേർത്ത് നന്നായി അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും മറ്റു കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.